സാധാരണ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സൂചി കുത്തുന്നതിൻ്റെ പേടിയും ഡോക്ടർമാരുടെ ഗൗരവമൊക്കെയാണ്. എന്നാൽ ചന്തപുര ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൽ എത്തുന്ന കുട്ടികൾക്ക് മറ്റൊരു മനോഹര കാഴ്ചയാണ് ഒരുക്കിയിട്ടുള്ളത്. ആ കാഴ്ച ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ മനോഹര കാഴ്ച. ഇനി ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് സൂചി കുത്തുമെന്ന ഭയമോ ആ സൂചി കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയോ അതൊന്നും കാര്യമാകില്ല. ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കാൻ ഒരു മനോഹര കാഴ്ച, ഒരു വിസ്മയ ലോകം തന്നെ തീർത്തിരിക്കുകയാണ്. അതും ഇവിടുത്തെ നഴ്സിൻ്റെ മകൾ തന്നെയാണ്. നാദിയ വാഹിദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. +2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇത്ര മനോഹരമായ ചിത്രങ്ങൾ വരച്ച് ചെറിയ കുട്ടികളെ സ്വീകരിക്കാനുള്ള ഈ വിസ്മയ ലോകം തീർത്തിരിക്കുന്നത്. വെള്ളച്ചുവരുകൾ മാത്രമുണ്ടായിരുന്ന ചന്തപുര ഹെൽത്ത് സെന്ററിലെ വാക്സിനേഷൻ മുറി ഇന്ന് ഒരു ചിത്രപുസ്തകം പോലെ മനോഹരമാണ്. പൂക്കളും കാർട്ടൂൺ കഥാപാത്രങ്ങളുമൊക്കെയായി ഈ മുറി കുട്ടികളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുത്തിവയ്പ്പിനായി എത്തുന്ന കുരുന്നുകളുടെ മനസ്സിനെ ശാന്തമാക്കാനും അവരുടെ ഭയമകറ്റാനുമാണ് ചുവരുകളിൽ ഇത്തരമൊരു മാറ്റം കൊണ്ടുവന്നത്. നമ്മളിവിടെ ഞാൻ FHSC കടന്നപ്പള്ളിയുടെ കീഴിലുള്ള സബ് സെൻ്ററാണിത്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ റൂമെല്ലാം ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കണം എന്നുള്ളതാണ്. അപ്പം അത് കുറച്ചുകൂടെ ബേബി ഫ്രണ്ട്ലി ആക്കുന്നതിന് വേണ്ടിയിട്ട് മോള് നേരത്തെ വരച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കണ്ടപ്പം അതിലൂടെ നമുക്ക് ഈ ഒരു പുതിയ റൂമിലേക്ക് നമുക്ക് ഇതൊന്നും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലോ എന്നുള്ള രീതിയിൽ അങ്ങനെ മെഡിക്കൽ ഓഫീസർ വഴിയായിട്ടാണ് ഇത് അറിയിച്ചത്. ഈ മനോഹര ചിത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടുത്തെ തന്നെ സ്റ്റാഫ് നഴ്സിന്റെ മകളാണ്. എൻ്റെ ഉമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആദ്യം ഞാൻ വരച്ച ചിത്രം കാണിച്ചു കൊടുത്തപ്പം എനിക്കിങ്ങനെ വരയ്ക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത്. ഈ ഒരു തീം എങ്ങനെയാ അവർ പറഞ്ഞതാണോ അല്ലെങ്കിൽ അല്ല, അത് നോർമലി ഈ സാധാ അംഗൻവാടികൾ ഒക്കെ നോക്കുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരു മാന്, കുറച്ച് പക്ഷികൾ അതൊക്കെ ഉണ്ടാവുള്ളൂ. അത് കോമൺ ആയിട്ടുള്ളൊരു ചിത്രങ്ങളായിരിക്കും. പക്ഷേ ഞാൻ നോക്കിയപ്പോഴേക്കും അവർ ഇങ്ങനെ സജഷനായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഐഡിയയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഇപ്പം പരിചിതമായിട്ടുള്ള ഇങ്ങനെ മിക്കി മൗസ്, ജിറാഫ് അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരയ്ക്കാമെന്ന് വെച്ചാൽ അങ്ങനെ തിരഞ്ഞെടുത്ത് വരച്ചതാണ്. തൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ഇടം കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊച്ചുമിടുക്കി ചായക്കൂട്ടുകൾ എടുത്തത്. കുട്ടികൾക്ക് പരിചിതമായ രൂപങ്ങളും വർണ്ണങ്ങളും നൽകിയതിലൂടെ വാക്സിനേഷൻ എടുക്കാനുള്ള വിമുഖത കുറയുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരും കരുതുന്നത്. ഇനി കുത്തിവെപ്പിൻ്റെ വേദനയല്ല, മനോഹരമായ ചായക്കൂട്ടുകളുടെ ഓർമ്മകളുമായി വേണം ഇവിടെ എത്തുന്ന കുട്ടികൾ മടങ്ങിപ്പോകാൻ എന്ന കൊച്ചു സന്ദേശമാണ് ഈ കൊച്ചു കലാകാരി എല്ലാവർക്കും പകർന്നു നൽകുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.